ഇതാണ് മക്കളെ എന്റെ നാട്ടിലത്തെ പ്രധാന ഫീക്കന്മാരായ ഡിങ്കു മിങ്കു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടി നമ്മള് പോവാണ്. പോണ വൈകി നമ്മളെ വണ്ടി കുറച്ച് തിന്നാൻ കൊടുത്ത്. ഇതാണ് പെട്രോൾ പമ്പത്തെ നമ്മളെ ചങ്ങായി സാമിയണ്ണൻ. അവിടുന്ന് പിന്നെ ഷൂട്ട് എടുക്കാൻ പോയിട്ട് ആകെ മൂഞ്ചിക്കണ്. നല്ല കിടിലം മഴ, ആകെ പരിപാടി എല്ലാം മൂഞ്ചിക്കണ്. നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്, അപ്പൊ നല്ല മഴ. എന്താ ചെയ്യാ, ഒന്നും ചെയ്യായിരുന്നു. അമ്മാരുടെ അടുത്ത് നല്ല തല്ലിട്ടു. എന്തിനാ വെറുതെ തല്ലിട്ടാ നിക്കണേ? ഈ മയത്ത് നമ്മൾ ഈ കടന്റെ ഉള്ളിൽ കണ്ട് കയറിന്ന് മൊത്തത്തിലൊരു നനഞ്ഞ കോയിക്കളെ മാരിയുള്ള നിർത്തിയെന്ന് മിഥിലാജിക്കാന്റെ. കാരണം അവിടുന്ന് ഇവിടെ വരെയുള്ള മയ മുഴുവൻ കൊണ്ടുക്കണേ. അങ്ങനെ പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഒരു കടയേക്കാണ്ട് കയറി. പിന്നെ ഈ കാണുന്ന ലിസ്റ്റിൽ നമ്മൾ രണ്ടു ഓർഡർ ചെയ്ത് ഓർഡർ കൊടുത്തപ്പോ അടത്തേക്ക് ഓക്കെ സാർ എന്ന് പറഞ്ഞ പൊലിവാണിപ്പത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടാ പുറത്ത് നല്ല മഴ. മിഥിലാജിക്കാന്റെ വയറ്റിന് നല്ല വിശപ്പുള്ളതുകൊണ്ട് സാധനം പെട്ടെന്നാണ് കാലയക്കണേ. പിന്നെ നമ്മള് നേരെ പോയത് നമ്മളെ സ്വന്തം തിരുവനന്തപുരത്തെ സരോവരം പാർക്കാണ്. ഇവിടെ കാണാത്തതായിട്ട് ഒന്നുമില്ല. ഈ കാക്ക വരെ അവിടെ ഉള്ളതാണ്. എന്താണ് പിന്നെ ഈ പരസ്യ ബോർഡുമൊക്കെ എഴുതി വെച്ചിക്കണേ? എവിടെ, എങ്ങനെ, എപ്പോ, ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കി തരണ്ടേ? അത് കഴിഞ്ഞപ്പോ മറ്റത് പിന്നെ 6 കുട്ടികളാണ്. ഇവരൊക്കെ ഇനി പെരക്കാരെ നമ്മൾ ഒഴിവാക്കും. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് നമ്മളെ കുടുംബക്കാരുടെ കടയേക്കാണ്. ഇതാണ് നമ്മളെ സ്വന്തം ഷിയാൻ. ഓൻ ഇവിടുത്തെ ഭയങ്കര വലിയൊരാളാണ്. കാട്ടിക്കുട്ടലുണ്ട മുതലാളിയാണെന്ന് ഓന്റെ വിചാരം. ആള് ചെറിയൊരു മുതലാളിയാണ്. ഫുള്ള് ടെക്നോളജി അല്ലേ. നമ്മക്ക് അതിൽ കണ്ടൊന്നും പറ്റാത്തോണ്ട് നമ്മൾ ഓരോന്ന് നേരിട്ട് കാണാൻ തുടങ്ങി. നല്ല രസമുള്ള കിടിലം ചെരുപ്പുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ഷിയാന്റെ നമ്പറാണ് തരേണ്ടത്. കടയിലുള്ളവർക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാത്തോണ്ട് ലുഡ് കളിച്ചിരിക്കുക. അവര് നമ്മൾ വന്ന് അറിഞ്ഞിക്കണോന്ന്. അങ്ങനെ നമ്മൾ ഈ സാധനം എടുത്ത് പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ഇട്ടാ. അങ്ങനെ പിന്നെ ചെക്കനോട് ചാറ്റി പറഞ്ഞാണ് നമ്മൾ നേരെ പോണ വയ്ക്കുന്നത്. പിന്നെ ഒരു ഫോളോവർ നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടൻ. ഫാൻസിനൊക്കെ കണ്ടാണ്ട് ബംഗാളി മാർക്കറ്റിൽ കൂടി നമ്മളെ പേരേക്കൊണ്ട് പോന്നിക്കണേ. അപ്പൊ ശരി, എന്നാ മസ്സലാമ.